ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൾ PSC എക്സാം ടിപ്സ്. കേരള PSC നടത്തുന്ന പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാത്സ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് മാത്സ് ഫോർ സക്സസ് എന്ന് പറയുന്ന വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ 5ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ 4 ക്ലാസ്സിലൂടെയായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സംഖ്യകൾ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ഇതിന് മുമ്പത്തെ എല്ലാം കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. മാത്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു ചാനലാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സിൽ ഒരു ഓർഡറിൽ തന്നെ കണ്ടുപോകാനും മാത്സ് എന്ന് പറയുന്ന ഭാഗം പാടാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണപ്രദമായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പരീക്ഷകളിലൊക്കെ ചോദിച്ച് കാണാറുള്ള മറ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഒന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ 4 ക്ലാസ്സിലൂടെ പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ കണ്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ മാത്സ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി എന്തെല്ലാമാണ് അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഒരു സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 11 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 15ഉം ശിഷ്ടം 5ഉം കിട്ടി എങ്കിൽ ശരിയായ ഹരണഫലം എത്ര എന്നാണ് ഈ ഒരു ടൈപ്പ് ചോദ്യം. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞ ശേഷം നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഹാരം ഈസ് ഈക്വൽ ടു ഹാരകം ഇൻറ്റു ഹരണഫലം പ്ലസ് ശിഷ്ടം എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഈ ഹാര്യം എന്നതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്. ഹാര്യം എന്നതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്. ഹാരകം എന്നതിന്റെ ഇംഗ്ലീഷ് ഡിവൈസർ ആണ്. ഹാരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിവൈസർ ആണ്. ഹരണഫലം എന്ന് പറഞ്ഞാൽ കോഷ്യന്റ് ആണ്. ഹരണഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? കോഷ്യന്റ് ആണ്. അതുപോലെ റിമൈൻഡർ ആണ് എന്തെന്ന് പറയുന്നത്? ശിഷ്ടം എന്ന് പറയുന്നത്. ശിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൈൻഡർ ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഹാര്യം ഈസ് ഈക്വൽ ടു ഹാരകം ഇൻറ്റു ഹരണഫലം പ്ലസ് ശിഷ്ടം എന്നാണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരുന്നത്. ഇനി ഇതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് കാണാപ്പാഠം പഠിച്ചു വെക്കുകയല്ല. എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. 9 എന്ന് പറയുന്ന നമ്പറിനെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 2 വട്ടമാണ് പോവുക. 8 ശിഷ്ടം 1 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഹാര്യത്തിന്റെ ഭാഗത്ത് കൊടുക്കുന്നത് 9 എന്ന് പറയുന്ന നമ്പറാണ്. ഇനി ആ 9 എങ്ങനെയാണ് നമുക്ക് കിട്ടുക? 4 ഇൻറ്റു 2 പ്ലസ് 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. 4 എന്താണ്? ഹാരകമാണ്. അതേപോലെ 2 എന്താണ്? ഹരണഫലമാണ്. പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ശിഷ്ടമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തു വെച്ചിട്ട് ഇതൊന്ന് പഠിച്ചു വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 10 ഡിവൈഡഡ് ബൈ 6 നമുക്ക് ചെയ്യാം. 1 വട്ടമാണ് പോകുന്നത്. ശിഷ്ടം 4 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ 10 കിട്ടും? 10 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 1 പ്ലസ് 4 ആണ് നമ്മൾ ചെയ്യുക. ആ ഒരു ഇക്വേഷനാണ് തൊട്ട് മുകളിൽ നമ്മളിപ്പോൾ നൽകിയിരിക്കുന്നത്. ഹാര്യം ഈസ് ഈക്വൽ ടു ഹാരകം ഇൻറ്റു ഹരണഫലം പ്ലസ് ശിഷ്ടം എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എപ്പോഴും നമ്മൾ മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഇങ്ങനെയുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ അത് കാണാപ്പാഠം പഠിച്ചു വെക്കുന്നതിനപ്പുറത്തേക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഇല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യും? മറന്നു പോകും. അപ്പോൾ നമ്മൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യം ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നോക്കുക, ഒരു സംഖ്യയെ 17 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 11 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 15ഉം ശിഷ്ടം എത്രയാണ്? 5ഉം കിട്ടി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഏതോ ഒരു സംഖ്യയുണ്ട്, ഞാനത് എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നു. ആ ഒരു സംഖ്യ ഇവർ പറയുന്നു 11 കൊണ്ട് ഹരിക്കുമ്പോൾ അവിടെ ഹരണഫലം എന്ന് പറയുന്നത് 15ഉം അതേപോലെ തന്നെ ശിഷ്ടം എന്ന് പറയുന്നത് 5ഉം കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ 17 കൊണ്ടായിരുന്നു ഹരിക്കേണ്ടിയിരുന്നത്. അങ്ങനെ 17 കൊണ്ട് ഹരിക്കുമ്പോൾ അവിടെ കിട്ടേണ്ട ഹരണഫലം എത്ര എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 11 ഇൻറ്റു 15 പ്ലസ് എന്താണ്? 5 ചെയ്താൽ മതി. അതായത് നമ്മൾ ആ ഒരു ഇക്വേഷൻ മറന്നുപോയെങ്കിൽ പോലും ഈ ഒരു രീതി നിങ്ങൾക്ക് അറിയാമെങ്കിൽ, മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്താം. 11 ഇൻറ്റു 15 എന്ന് പറയുന്നത് 165 ആണ്. പ്ലസ് 5 ആണ്.
നമുക്കത് 170 എന്ന് കിട്ടും. 11ന്റെ മൾട്ടിപ്ലിക്കേഷന് ഒരു ടിപ്പുണ്ട്, അത് ഇനി പറഞ്ഞുതരാം, ഇത് കഴിഞ്ഞ ഉടനെ പറഞ്ഞുതരാം. എപ്പോൾ ഓർത്തിരിക്കുക, 170 കിട്ടി. അതായത് എന്താണ് ഈ 170? ഈ എക്സിന്റെ വാല്യൂ ആണ് 170 എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ 17 കൊണ്ടാണ് ഹരിക്കേണ്ടിയിരുന്നത് 170-നെ. അപ്പോൾ 17 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 170/17 ചെയ്താൽ നമുക്കവിടെ 10 എന്നാണ് കിട്ടുക. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഇക്വേഷന്റെ ഉത്തരമായിട്ട് വരുന്നത്, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. എന്താണ് ഹാര്യമെന്ന് മനസ്സിലാക്കി വെക്കണം, എന്താണ് ഹാരകമെന്ന് മനസ്സിലാക്കി വെക്കണം, എന്താണ് ഹരണഫലമെന്നും എന്താണ് ശിഷ്ടമെന്നും മനസ്സിലാക്കി വെക്കണം. അവയുടെ ഇംഗ്ലീഷ് നാമങ്ങളായ ഡിവിഡൻഡ് എന്താണെന്നും ഡിവൈസർ എന്താണെന്നും കോഷ്യന്റ് എന്താണെന്നും റിമൈൻഡർ എന്താണെന്നും മനസ്സിലാക്കി വെക്കണം. അതിനുശേഷം ഇങ്ങനെ ഒരു ചെറിയ എക്സാമ്പിൾ എടുത്ത്, നമ്മളിപ്പോൾ 9/4 എന്ന് പറയുന്ന എക്സാമ്പിൾ എടുത്തുകൊണ്ട് അത് മനസ്സിനുള്ളിൽ പതിപ്പിച്ചു വെക്കുക. തുടർന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇക്വേഷനുകൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് എത്തുകയും പരീക്ഷാ ഹാളിൽ എന്ത് ചെയ്യണം, ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അപ്പൊ ഈ ഒരു ഒന്നാമത്തെ ടൈപ്പ് ചോദ്യമാണ്. ഇത് പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മളിവിടെ 11ന്റെ ഒരു ഡിവിഷൻ ടിപ്പ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു, അതും കൂടെ ഇതിനോടൊപ്പം ഒന്ന് ഞാൻ പറയുകയാണ്. നമ്മുടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് 11 × 15 എന്നാണ് ചെയ്തത്. ഇങ്ങനെ ഒരു 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഈ 5നെ പിടിച്ച് താത്തി എഴുതുക, അതിനുശേഷം 5ഉം 1ഉം കൂട്ടുക, അപ്പോൾ 6 എന്ന് കിട്ടി. തുടർന്ന് ഈ 1നെ പിടിച്ച് താത്തി എഴുതുക. 165 വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടി. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. 13331 എന്നതിനെ 11 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തെന്ന് കിട്ടാൻ 1 എഴുതുക, 1ഉം 3ഉം കൂടെ കൂട്ടുക, 4 കിട്ടി. അതിനുശേഷം 3ഉം 3ഉം കൂടെ കൂട്ടുക, 6 കിട്ടി. 3ഉം 1ഉം കൂടെ കൂട്ടുക, 4 കിട്ടി. തുടർന്ന് ഈ 1നെ പിടിച്ച് താത്തി എഴുതുക. 14641 എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു എക്സാമ്പിളിലേക്ക് വരാം. 14679 × 11 എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ 9നെ പിടിച്ച് താത്തി എഴുതുക. 9 7ഉം കൂടെ കൂട്ടിയാൽ 16 കിട്ടും, ശിഷ്ടം 1 ഉണ്ട്. 7 6 13, ശിഷ്ടം 1ഉം കൂടെ കൂട്ടുമ്പോൾ 14, ഇപ്പോഴും ശിഷ്ടം 1 ഉണ്ട്. 6 4 10, 10നോട് 1 കൂട്ടിയാൽ 11, ശിഷ്ടം 1. 4 1 5 6 വരും, ആ ശിഷ്ടം കൂട്ടുമ്പോൾ പിന്നെ ആ 1നെ പിടിച്ച് താത്തി എഴുതുക. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് പല ഘട്ടങ്ങളിലും നമ്മുടെ ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന മേഖലയിലൊക്കെ നമുക്ക് എപ്പോഴും എന്താണ് എളുപ്പത്തിൽ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ടിപ്പും കൂടെ ഈ ഒരു ചോദ്യത്തോടൊപ്പം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ചോദ്യ ടൈപ്പ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനും നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്, മറ്റൊരു ടൈപ്പ് ചോദ്യമാണ്. ഒരു സംഖ്യയെ 114 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 21 കിട്ടി. എന്നാൽ ആ സംഖ്യയെ 19 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം. ഇത് പലപ്പോഴും PSC പരീക്ഷയിൽ റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. ആ ഒരു സംഖ്യയെ 114 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം എന്ന് പറയുന്നത് 21 കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു സംഖ്യയെ 114 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 21 കിട്ടി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ എക്സ് എന്ന് പറയുന്ന സംഖ്യ എന്താണ്, 19 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് നമുക്ക് കിട്ടുന്ന ശിഷ്ടം എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, നമ്മൾ ഹരിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് സെയിം സംഖ്യയാണ്. ഹരിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് സെയിം സംഖ്യയാണ്. നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ ഇവിടെ അതായത് എക്സ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ആദ്യത്തെ കേസിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 21 ആണ്. നമ്മൾ രണ്ടാമത്തെ കേസിൽ എത്രയാണ് റിമൈൻഡർ കിട്ടുക എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആദ്യത്തെ കേസിൽ ലഭിച്ചിരിക്കുന്ന റിമൈൻഡർ 21ഉം അതിനേക്കാൾ ചെറിയ ഒരു നമ്പറാണ് ഇവിടെ ഹരിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് അതിന്റെ ശിഷ്ടം നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, ഇവിടെ ലഭിച്ചിരിക്കുന്ന ഈ ഒരു ശിഷ്ടവും ഇവിടെ ലഭിച്ചിരിക്കുന്ന ഈ ഒരു ശിഷ്ടവും അങ്ങോട്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ശിഷ്ടം എത്രയാണോ അതായിരിക്കും ഇതിന്റെ ഉത്തരമായിട്ട് വരിക. 21ഉം 19ഉം തമ്മിൽ ഹരിച്ചാൽ നമുക്കറിയാം ഒരു വട്ടമാണ് പോവുക. 19 21 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 3 എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 2 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ശിഷ്ടം എത്രയാണ് വരിക, 2 എന്നാണ് ശിഷ്ടം വരിക. അപ്പോൾ ഒരു സംഖ്യയെ 14 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 21 കിട്ടി. എന്നാൽ ആ സംഖ്യയെ 19 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആ 21നേക്കാൾ ചെറിയൊരു സംഖ്യയായിരിക്കണം പിന്നീട് ഹരിക്കാൻ വേണ്ടി എടുക്കേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു രീതി നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. എന്താണ്, 21/19. അപ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എന്ന് പറയുന്നത് ആയിരിക്കും എന്ത്, ഇവിടെ നമുക്ക് ലഭിക്കുന്ന ശിഷ്ടം. അപ്പോൾ ഇവിടെ ഹരിക്കാൻ എടുക്കുന്ന സംഖ്യ സെയിം ആയിരിക്കണം. അതോടൊപ്പം തന്നെ ആദ്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ശിഷ്ടവും നമ്മളിപ്പോൾ ഹരിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ആ ഒരു നമ്പർ
ഇല്ല ഹരിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ആ ഒരു ഡിവൈസർ അല്ലെങ്കിൽ ഹാരകം എന്ന് പറയുന്നത് നേരത്തെ ലഭിച്ചിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തേക്കാൾ ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 21/19 എന്ന് പറയുന്ന രീതിയിലൂടെ അതിന്റെ സിസ്റ്റം എത്ര എന്ന് കണ്ടുപിടിച്ച് ഉത്തരത്തിന്റെ സിസ്റ്റത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഇക്വേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറെ കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള രീതിയിലൂടെ പോയിട്ട് വേണമെങ്കിൽ അതിന്റെ ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ നമുക്ക് കുറെ ടൈം നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നതാണ്. ഈ ഒരു രീതിയാണ്, ഈ ഒരു ടിപ്പാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. ഈ ഒരു രീതിയിലൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് വരാം. ഈ ഒരു ടൈപ്പ് ചോദ്യം ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ ഞാൻ ഓരോരോ ടൈപ്പ് ആയിട്ടാണ് പരിചയപ്പെടുത്തി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ നമ്പർ സീരീസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗം, ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗം, അങ്ങനെ പല പല ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിവിസിബിലിറ്റി പഠിച്ചു, അതിനുശേഷം നമ്മൾ സം ഓഫ് നമ്പേഴ്സ് പഠിച്ചു, അതിനുശേഷം ഇങ്ങനെയുള്ള വിവിധ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഓരോ ടൈപ്പിലൂടെയും കടന്നു പോകുമ്പോൾ ഏതെല്ലാം രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ടൈപ്പിലുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ കാണുക. അപ്പോൾ കൂടുതൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുക വഴി ഈ പറഞ്ഞതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യും, പതിയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ സെപ്പറേറ്റ് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ പരീക്ഷകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് അത് സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനുള്ളിൽ വേറെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പാടില്ല. ടൈപ്പ് ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട്. ഇപ്പോൾ ഗൈഡൊക്കെ എടുത്താൽ നിങ്ങൾക്ക് കാണില്ലേ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്നല്ലേ. അപ്പോൾ അവിടെ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും അവർ ആ കുറച്ച് പേജിലൂടെ കടന്നു പോകുമ്പോൾ പഠിപ്പിച്ചു തരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തം നമ്മൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഇതിലേക്ക് വരാം. ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 21 കൊണ്ട് ഗുണിച്ചപ്പോൾ ശരിയായ ഉത്തരത്തിനേക്കാൾ 63 കൂടുതൽ കിട്ടി എന്നാൽ ഗുണിക്കാൻ ഉപയോഗിച്ച സംഖ്യ എന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പൊ ഞാനിവിടെ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തിരിക്കുകയാണ്. ആ സംഖ്യ ശരിക്കും ഗുണിക്കേണ്ടിയിരുന്നത് 12 കൊണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്തോ കൊണ്ട് അത് നേരെ തിരിച്ചിട്ട് ഗുണിച്ചു അല്ലെ. 12 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 21 കൊണ്ട് ഗുണിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഗുണനഫലവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എത്ര എന്ന് പറയുന്നത്, 63 എന്ന് പറയുന്നത്. കാരണം 21 കൊണ്ട് ഗുണിച്ചപ്പോൾ നേരത്തെ കിട്ടേണ്ട ഉത്തരത്തേക്കാൾ 63 കൂടുതൽ കിട്ടിയെന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്താണ്, 12x-ഉം 21x-ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്, 63 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. 21x-ഉം 12x-ഉം കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 9x എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 63. എക്സ് എന്ന് പറയുന്നത് നമുക്ക് 63/9 നമുക്കത് 7 എന്ന് കിട്ടുന്നു. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ 17 എന്ന് പറയുന്നതല്ല 7 എന്നാണ്. ഓപ്ഷൻ 4 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ 4 ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു തിയറിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കറിയാം നമ്പർ സീരീസ് നമ്മൾക്ക് എണ്ണൽ സംഖ്യ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ എണ്ണൽ സംഖ്യ നമ്മൾ ഇരട്ട സംഖ്യ എന്നും അതേപോലെ തന്നെ ഒറ്റ സംഖ്യ എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ അതിനെ ഭാജ്യസംഖ്യ എന്നും അഭാജ്യസംഖ്യ എന്നും രണ്ടായിട്ട് തിരിക്കാം. എന്താണ് ഭാജ്യസംഖ്യ എന്നും അഭാജ്യസംഖ്യ എന്നും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഇതിൽ എന്താണ് ഭാജ്യസംഖ്യ, എന്താണ് അഭാജ്യസംഖ്യ എന്ന് സിമ്പിളായിട്ടുള്ള 2 എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടുക. ഇവിടെ ഞാൻ ആദ്യം അഭാജ്യസംഖ്യയുടെ താഴെയായിട്ട് 2 നമ്പറുകൾ എഴുതുകയാണ്. ഒന്ന് 3 എഴുതി, പിന്നെ 2 എഴുതുന്നു, അതോടൊപ്പം തന്നെ 5 എന്ന് പറയുന്ന നമ്പറും എഴുതുന്നു. ഭാജ്യസംഖ്യ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എഴുതുന്നത് 6 എന്ന് പറയുന്ന നമ്പർ, 4 എഴുതുന്നു, അതേപോലെ തന്നെ 8 എന്ന് പറയുന്ന നമ്പറും എഴുതാം. ഇവിടെ ഈ 3ന്റെ കേസിലേക്ക് വരുമ്പോൾ 3ന്റെ താഴെ 3നെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പറുകളുണ്ട്? 3ന്റെ താഴെ ആയിരിക്കുമല്ലോ എന്തായാലും നമ്പർ വരിക. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? നമുക്കറിയാം 1 എന്ന് പറയുന്ന നമ്പറും 3 എന്ന് പറയുന്ന നമ്പറുമാണ് ഉള്ളത്. 2ന്റെ കേസിലേക്ക് വരുമ്പോൾ 1ഉം 2ഉമാണുള്ളത്. 5ന്റെ കേസിലേക്ക് വരുമ്പോൾ 1ഉം 5ഉമാണുള്ളത്. വേറെ ഒരു നമ്പറും കൊണ്ടും 5നെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ 6ന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ 1 കൊണ്ട് പറ്റും, 2 കൊണ്ട് പറ്റും, 3 കൊണ്ട് പറ്റും, 6 കൊണ്ടും പറ്റും. 4ന്റെ കേസിലേക്ക് വരുമ്പോൾ 1 പറ്റും, 2 പറ്റും, 4 പറ്റും. 8ന്റെ കേസിലേക്ക് വരുമ്പോൾ 1 പറ്റും, 2 പറ്റും, 4 പറ്റും, പിന്നെ 8ഉം പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ അഭാജ്യ സംഖ്യ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൽ എടുത്ത നമ്പറുകൾ പരിശോധിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് 2 ഘടകങ്ങൾ മാത്രമേ കാണാൻ പറ്റൂ. അതായത് ആ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 സംഖ്യകൾ മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അത് ഏതൊക്കെ സംഖ്യകളാണ്? ഒന്ന് 1 മറ്റൊന്ന് ആ നമ്പറും തന്നെയാണ് അല്ലെ. അപ്പൊ 3 എടുക്കുകയാണെങ്കിൽ 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് 1, മറ്റൊന്ന് 3 എന്ന് പറയുന്ന സെയിം നമ്പറാണ്. 5 എടുക്കുകയാണെങ്കിൽ 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 1, പിന്നെ 1 എന്ന് പറയുന്നത് ആ സെയിം നമ്പർ തന്നെയാണ്. ഇത്തരത്തിൽ 2 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ, ഘടകങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിൽ നിർബന്ധമായിട്ട് 2 ഘടകം വേണം. അതേപോലെ തന്നെ 2 ഘടകങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ആ നമ്പറുകളെ നമുക്ക് എന്തെന്ന് പറയാം?
അഭാജ്യ സംഖ്യ എന്ന് പറയാം. അപ്പോൾ കണ്ടീഷൻസ് ഓർക്കണം. 1 2 ഘടകങ്ങൾ നിർബന്ധമാണ്, 2 ഘടകങ്ങൾ മാത്രമേ പാടൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ എന്തെന്ന് പറയാം? അഭാജ്യ സംഖ്യ എന്ന് പറയാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും 2 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. 2 എന്ന് പറയുന്ന അഭാജ്യ സംഖ്യ ഒഴികെ ബാക്കി എല്ലാ അഭാജ്യ സംഖ്യകളും ഒറ്റ സംഖ്യകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് ചോദിച്ചാലും ഏറ്റവും ചെറിയ ഇരട്ട അഭാജ്യ സംഖ്യ എന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് 2 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏക ഇരട്ട അഭാജ്യ സംഖ്യ എന്ന് ചോദിച്ചാലും 2 ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നീ പറയേണ്ട ആവശ്യമില്ലല്ലോ. 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭാജ്യസംഖ്യ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ 6 എടുക്കുകയാണെങ്കിൽ 1 2 3 6 ഉണ്ട്, 4 ഘടകങ്ങൾ. ഇനി നമ്മൾ 4 എടുക്കുകയാണെങ്കിലോ 1 2 4 ഉണ്ട്, 2ൽ കൂടുതലുണ്ട്. 8 എടുക്കുകയാണെങ്കിലോ ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 1 ഉണ്ട് 2 ഉണ്ട് 4 ഉണ്ട് 8 ഉണ്ട്. അപ്പോൾ 2ൽ കൂടുതലുണ്ട്. എന്നാൽ ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. 1 എന്ന് പറയുന്ന നമ്പർ അഭാജ്യ സംഖ്യയായിട്ടോ ഭാജ്യസംഖ്യയായിട്ടോ കണക്കാക്കുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞു അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ 2 ഘടകം നിർബന്ധമാണ്. അപ്പോൾ 1ന്റെ കേസിൽ ആകെ ഉള്ളത് 1 എന്ന് പറയുന്ന നമ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും 1 എന്ന് പറയുന്ന അഭാജ്യ സംഖ്യയായിട്ടോ അല്ലെങ്കിൽ ഭാജ്യസംഖ്യയായിട്ടോ പരിഗണിക്കുന്നില്ല. പ്രൈം നമ്പർ ആയിട്ടോ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ ആയിട്ടോ പരിഗണിക്കുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളിലൂടെ എന്താണ് അഭാജ്യ സംഖ്യ, എന്താണ് ഭാജ്യസംഖ്യ എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യയുണ്ട്, അതേപോലെ തന്നെ 1 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യയുണ്ട്, അല്ലെങ്കിൽ 1 മുതൽ 10 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും 1 മുതൽ 20 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ ടോട്ടൽ എണ്ണവും തുടർന്ന് 20 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ ടോട്ടൽ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇവിടെ നമ്മൾ പഠിച്ചു വെക്കണം ഓരോരോ 10 ഇടവേളകളിലായിട്ട് എത്ര അഭാജ്യ സംഖ്യകളുണ്ടെന്ന് പഠിക്കണം. അതോടൊപ്പം തന്നെ 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകൾ ടോട്ടൽ ഉണ്ടെന്ന് പഠിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഇനി ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് 1 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ 15 അഭാജ്യ സംഖ്യകളും, അതിനുശേഷം 50 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ 10 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 50ഉം 15ഉം 10ഉം കൂട്ടിയാൽ കിട്ടുന്ന 25ആണ്. അപ്പോൾ ടോട്ടൽ 25 അഭാജ്യ സംഖ്യകളാണ് 1 മുതൽ 100 വരെ ഉള്ളത്. അതിൽ 1 മുതൽ 50 വരെ 15 എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ 15 കിട്ടി. പിന്നെ അവശേഷിക്കുന്ന 10 50 മുതൽ 100 വരെയാണ്. എണ്ണൽ സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എടുക്കുമ്പോൾ അതിൽ മൊത്തം 25 അഭാജ്യ സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അതേ സമയത്ത് 1 മുതൽ 50 വരെ എടുക്കുകയാണെങ്കിൽ 15 അഭാജ്യ സംഖ്യകൾ, 50 മുതൽ 100 വരെ എടുക്കുകയാണെങ്കിൽ 10 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. ഇനി ഓരോ അഭാജ്യ സംഖ്യകളുടെയും എണ്ണം ഓരോ 10 വെച്ചിട്ട് എത്രയാണെന്ന് നോക്കണം. അവിടെ ആദ്യം 1 മുതൽ 10 വരെയാണെങ്കിൽ 4 അഭാജ്യ സംഖ്യകളാണ് വരുന്നത്. അത് 1 2 ആണ്, അടുത്തത് 3 ആണ്, പിന്നെ വരുന്നത് 5 ആണ്, 7 ആണ്. ഇത്രയുമാണ് 1 മുതൽ 10 വരെ ഉള്ളത്. ഇനി 10 മുതൽ 20 എടുക്കുകയാണെങ്കിൽ 4 അഭാജ്യ സംഖ്യകളുണ്ട്. 11 ഉണ്ട്, 13 ഉണ്ട്, 17 ഉണ്ട്, 19 ഉണ്ട്. പിന്നെ 21 മുതൽ 30 വരെ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം 2 മാത്രമാണ്. 23ഉം 29ഉമാണ്. പിന്നെ 31 മുതൽ 40 വരെ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം 31ഉം 37ഉം മാത്രമാണ്, അതായത് 2 പിന്നെ 41 മുതൽ 50 വരെ എടുക്കുകയാണെങ്കിൽ അവിടെ 3 വരുന്നുണ്ട്. 40 മുതൽ 50 വരെ എടുക്കുകയാണെങ്കിൽ 41 വരുന്നുണ്ട്, 43 വരുന്നുണ്ട്, പിന്നെ 47ഉം വരുന്നുണ്ട്. പിന്നെ 51 മുതൽ 60 വരെ എടുക്കുകയാണെങ്കിൽ 2 അവിടെ 53ഉം 59ഉമാണ് വരുന്നത്. പിന്നെ 61 മുതൽ 70 വരെ എടുക്കുകയാണെങ്കിൽ 2 വരുന്നത്. അവിടെ 61ഉം 67ഉമാണ് വരുന്നത്. പിന്നെ 71 മുതൽ 80 വരെ എടുക്കുകയാണെങ്കിൽ 71ഉം 73ഉം 79 എന്നിങ്ങനെ 3 വരും. 81 മുതൽ 90 വരെ എടുക്കുകയാണെങ്കിൽ 83ഉം 89ഉമാണ് വരുന്നത്. ഇനി 91 മുതൽ 100 വരെ ഒറ്റ അഭാജ്യ സംഖ്യയുള്ളൂ, 97ആണ്. അപ്പോൾ പരീക്ഷ വേണമെങ്കിൽ ചോദിക്കാം ഏറ്റവും അവസാനത്തെ 2 അക്ക അഭാജ്യ സംഖ്യ ഏതെന്ന് വെച്ചാൽ 97ആണ്. പിന്നെ ഏക ഇരട്ട അഭാജ്യ സംഖ്യ ഏതെന്ന് വെച്ചാൽ 2 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏക ഇരട്ട അഭാജ്യ സംഖ്യ ഏതെന്ന് വെച്ചാൽ 2 ആണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ അഭാജ്യ സംഖ്യകളുടെ ഈ പറയുന്ന നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. പിന്നെ ഇത് അങ്ങനെ കാണാപ്പടം പഠിച്ചു വെക്കുക എന്ന് വെച്ചാൽ വളരെ പ്രയാസമാണ്. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, 1ഉം അതേ നമ്പർ മാത്രമാണോ ഘടകങ്ങളെങ്കിൽ അതാണ് അഭാജ്യ സംഖ്യ എന്ന് കൃത്യമായി ഓർത്തിരിക്കുക. പിന്നെ 1 മുതൽ 10 വരെ എത്രയാണ്? 4ആണ്. അത് കഴിയുമ്പോൾ 4ആണ്, അതായത് 10 മുതൽ 20 വരെ 4ആണ്. തുടർന്ന് വരുന്നത് 2 20 മുതൽ 30 വരെ 2. അപ്പോൾ ആ ഒരു ഓർഡറിൽ പഠിക്കാം ഇല്ലേ. ആദ്യം ഒരു 4 ഓർക്കുക, പിന്നെ 4 2 2, അത് കഴിഞ്ഞാൽ പിന്നെ 3 2 2,
അത് കഴിഞ്ഞാൽ പിന്നെ 3, 2, 1 ഈ ഒരു കോഡിൽ ഓർത്തിരിക്കുക. അതായത് 1 മുതൽ 10, 10 മുതൽ 20, അങ്ങനെ 10, 10, 10 വെച്ചിട്ട് എത്ര അഭാജ്യ സംഖ്യകളുണ്ട്. അപ്പോൾ ഇത് ആദ്യം നൽകിയിരിക്കുന്നത് എന്താണ്? 1 മുതൽ 10 വരെ. അടുത്ത് എന്താണ്? 10 മുതൽ 20 വരെ. അടുത്ത് എന്താണ്? 20 മുതൽ 30 വരെ. ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ അത് ഓർക്കാം. 4 എന്ന് ആദ്യം എഴുതുക, പിന്നെ 4, 2, 2, അതിനുശേഷം 3, 2, 2, അതിനുശേഷം 3, 2, 1 എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്? 4, പിന്നെ 4, 2, 2, പിന്നെ 3, 2, 2, പിന്നെ 3, 2, 1 ഈ ഒരു രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ 1 മുതൽ 10 വരെ എത്രയുണ്ട്? 4 എണ്ണം. 10 മുതൽ 20 വരെ 4 എണ്ണം. 20 മുതൽ 30 വരെ ആണെങ്കിൽ 2 എണ്ണം. പിന്നെ 31 മുതൽ 40 വരെ 2 എണ്ണം. ആ ഒരു രീതിയിൽ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ 6ന്റെ ഗുണിതമായിട്ട് വരുന്ന നമ്പറുകളുണ്ടല്ലോ, അതിന്റെ പിന്നിലും മുമ്പിലൊക്കെ ആയിട്ട് ആണ് ഈ പറയുന്ന അഭാജ്യ സംഖ്യകൾ വരുന്നത്. ഇപ്പൊ 2, 3 നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നീ നോക്ക്, എന്താണ്? 5ഉം 7ഉം 6ന്റെ പിറകിലും മുമ്പിലായിട്ടാണ് വരുന്നത്. പിന്നെ ഈ 12ന്റെ പിറകിലും മുമ്പിലായിട്ടാണ് 11 വരുന്നത്, 11ഉം 13ഉം വരുന്നത്. പിന്നെ ഇവിടെ നോക്ക്, 18ന്റെ പിറകിലും മുമ്പിലായിട്ടാണ് 17ഉം 19ഉം വരുന്നത്. പിന്നെ ഇവിടെ 24ന്റെ പിറകിലായിട്ടാണ് 23 വരുന്നത്. അപ്പൊ 25 നമുക്ക് അഭാജ്യ സംഖ്യ അല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും. പിന്നെ അടുത്തത് എപ്പോഴാണ്? 30ആണ്. 30ന്റെ പിറകിലായിട്ടാണ് 29 വരുന്നത്, അല്ലെ? 30ന്റെ പിറകിലായിട്ട്. പിന്നെ അടുത്ത് വരുന്നത് 31ഉം 37ഉമാണ്. 31 എന്ന് പറയുമ്പോൾ എന്താണ്? 30ന്റെ തൊട്ടടുത്ത്. പിന്നെ 35ഉം 36ഉം 37, അതിൽ 36 ആണല്ലോ 6ന്റെ ഗുണിതം. അപ്പൊ 35 അഭാജ്യ സംഖ്യ അല്ല എന്ന് നമുക്കറിയാം. പിന്നെ അടുത്ത് എന്താണ്? 37. അപ്പൊ അതെന്താണ്? അഭാജ്യ സംഖ്യയാണ്. പിന്നെ 42 ആണ് 6ന്റെ ഗുണിതം. 41, 43 എന്താണ്? അഭാജ്യ സംഖ്യയാണ്. അതുപോലെ 48 6ന്റെ ഗുണിതമാണ്. 47 എന്താണ്? അഭാജ്യ സംഖ്യയാണ്. പിന്നെ 53ഉം 54ഉമാണ് അടുത്ത പറയുന്നത്. അതിൽ നമുക്കറിയാം 54 6ന്റെ ഗുണിതമാണ്. അതിന്റെ പിറകിലായിട്ട് വരുന്ന 53 അഭാജ്യ സംഖ്യയാണ്. 60 6ന്റെ ഗുണിതമാണ്. അപ്പോൾ 61ഉം 59 എന്താണ്? ഈ പറയുന്ന അഭാജ്യ സംഖ്യയാണ്. പിന്നെ ഇവിടെ 67 ആണ്. 66 എന്ന് പറഞ്ഞാൽ 6ന്റെ ഗുണിതമാണ്. അപ്പോൾ 67 അഭാജ്യ സംഖ്യയായിട്ട് വരുന്നു. പിന്നെ ഇവിടെ 72 6ന്റെ ഗുണിതമാണ്. അപ്പോൾ അവിടെ 71ഉം 73 അഭാജ്യ സംഖ്യയാണ്. അടുത്തത് 78 6ന്റെ ഗുണിതമാണ്. അപ്പോൾ അവിടെ വരുന്നത് 79 എന്താണ്? അഭാജ്യ സംഖ്യയാണ്. പിന്നെ അടുത്തത് 83 ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 84 അഭാജ്യ സംഖ്യയാണ്. പിന്നെ 89 90 അഭാജ്യ സംഖ്യ, 90 6ന്റെ ഗുണിതമാണ്. 89 എന്താണ്? അഭാജ്യ സംഖ്യയാണ്. 96 എന്ന് പറയുന്ന 6ന്റെ ഗുണിതമാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് അഭാജ്യ സംഖ്യയായിട്ട് 97 പറയുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഭാജ്യ സംഖ്യകളുടെ ആ ഒരു പൊസിഷൻ നമുക്ക് പെട്ടെന്ന് ഉടന്ന് 1 മുതൽ 100 വരെയുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ ഈ പറയുന്ന 1 മുതൽ 9 വരെയുള്ള നമ്പറുകൾ വെച്ചിട്ട് ഹരിക്കപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വലിയ വലിയ നമ്പറൊക്കെ വരുമ്പോൾ അവിടെ കണ്ടുപിടിക്കണം എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ് അഭാജ്യ സംഖ്യ, എന്താണ് അതിൻ്റെ ഡിഫറൻസ്, ഭാജ്യസംഖ്യയും അഭാജ്യസംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ്, 1 മുതൽ 100 വരെ എത്ര അഭാജ്യസംഖ്യയുണ്ട്, അതുപോലെ 1 മുതൽ 50 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്, ഓരോ 10 വെച്ചിട്ട് എത്ര അഭാജ്യസംഖ്യകളുണ്ട് എന്നതാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഒപ്പം നമ്മൾ ഈ അഭാജ്യസംഖ്യകൾ 1 മുതൽ 100 വരെയുള്ളത് 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് പോകാൻ പറ്റും എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. കാരണം ഇത് നോട്ട് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ നാളെ എന്തായാലും മറന്നുപോകും. ഇടയ്ക്കിടയ്ക്ക് ഇത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പല സാഹചര്യങ്ങളിലും കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്തും ഒക്കെ തന്നെ ഇത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ചും ഈ ഓഡ് വൺ ഔട്ട് എന്ന് പറയും, കൂട്ടത്തിൽ പെടാത്തത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പലപ്പോഴും ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു മേഖലയ്ക്കും ഇത് തീർച്ചയായിട്ടും ഗുണകരമാണ്. അപ്പോൾ എന്താണ് അഭാജ്യസംഖ്യ എന്നതും ഇവിടെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത 4 ഇരട്ട സംഖ്യകളുടെ തുക 150 എങ്കിൽ അതിനുശേഷം വരുന്ന അടുത്ത 4 ഇരട്ട സംഖ്യയുടെ തുക എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമുക്ക് പല രീതിയിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ആദ്യം നമ്മൾ ഒരു മെത്തേഡ് പരിചയപ്പെടുകയാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന മെത്തേഡ്, ഞാൻ ഒന്നാമത്തെ നമ്പർ എ ആയിട്ട് എടുത്തിരിക്കുകയാണ്. അടുത്ത നമ്പർ അപ്പോൾ എന്തായിരിക്കും? അടുത്തടുത്ത ഇരട്ട സംഖ്യകൾ എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് അടുത്ത നമ്പർ A+2 ആയിരിക്കും, അടുത്ത നമ്പർ A+4 ആയിരിക്കും, അടുത്ത നമ്പർ A+6 ആയിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടെ എന്തെന്ന് ലഭിച്ചിരിക്കുന്നത്? ഈ പറയുന്ന 180 എന്ന് പറയുന്ന ആ ഒരു നമ്പർ കിട്ടിയിരിക്കുന്നത്. കൃത്യമായിട്ട് ചോദ്യത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കൂട്ടിക്കഴിയുമ്പോൾ ഇവിടെ 1 2 3 4 4 A ഉണ്ട്, പ്ലസ് 2 + 4 6 6 + 6 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 180. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ 4A ഈസ് ഈക്വൽ ടു നമുക്ക് 168 എന്ന് കിട്ടും. A ഈസ് ഈക്വൽ ടു 42 എന്ന് കിട്ടി. അതായത് അടുത്തടുത്തുള്ള 4 ഇരട്ട സംഖ്യകളിൽ ഒന്നാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 42 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അടുത്ത 4 ഇരട്ട സംഖ്യയുടെ തുക എന്ത് എന്നാണ്. അപ്പൊ അടുത്ത 4 ഇരട്ട സംഖ്യയിലെ ഒന്നാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ ഏതാണ്? A+6 ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ A+8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 4 ഇരട്ട സംഖ്യയിലെ ഒന്നാമത്തെ ഇരട്ട സംഖ്യ കിട്ടുമല്ലോ. അപ്പൊ 42 + 8 ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും?
നമുക്കവിടെ എത്ര എന്ന് കിട്ടും? 50 എന്ന് കിട്ടും. 42 പ്ലസ് 8 ചെയ്താൽ നമുക്ക് 50 എന്ന് കിട്ടും. അടുത്ത എത്രയാണ്? 52, 54, 56. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 4 10, 10 2 നമുക്ക് ഇവിടെ 12 എന്ന് കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് വരുമ്പോൾ 21 അല്ലെ, 212 എന്നതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അടുത്ത 4 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സാധാരണ ചെയ്യുന്ന മെത്തേഡിലൂടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അപ്പോൾ ഇവിടെ വലിയ സമയമൊന്നും നഷ്ടപ്പെടുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ഇനി വേറൊരു രീതിയും കൂടെ പരിചയപ്പെടാം. നമുക്കിപ്പോൾ അടുത്തടുത്ത 4 നമ്പറുകൾ തന്നു, അല്ലെങ്കിൽ അടുത്തടുത്ത കുറച്ച് നമ്പറുകൾ തന്നു എന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണമായിട്ട് 1 2 3 4 5 എന്ന് പറയുന്ന അടുത്തടുത്ത നമ്പറുകൾ നമുക്ക് തന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ്, ഈ 1 ഉം 2 ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്, 2 3 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്, 3 4 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ആണ്, 4 5 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അതായത് ഇത് ശരിക്കും എന്താണ്? ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് നമുക്ക് പറയാം അല്ലെ, സെയിം ഡിഫറൻസിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഏത് സമാന്തര ശ്രേണി നമുക്ക് തന്നാലും അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് ഇതിന്റെ മിഡിൽ നമ്പർ ആയിരിക്കും. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഡിവൈഡ് ബൈ എണ്ണമാണ്. നമ്മൾ ഇനി അങ്ങോട്ട് ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കും, എങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമാണ്. എപ്പോഴും ആ ശരാശരി എന്ന് പറയുന്നത് ഒരു മധ്യത്തിലുള്ള ഒരു നമ്പർ ആയിരിക്കും. ഇപ്പൊ ഈ ഒരു സീരീസ് നമ്മൾ എടുക്കും 1 2 3 4 5 ആണ്. അപ്പോൾ അതിന്റെ മധ്യത്തിലുള്ള നമ്പർ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എത്രയാണ്? 3 ആണെന്ന് പറയാൻ പറ്റും. നിങ്ങളിത് കൂട്ടി നോക്ക്. 5 4 9, 9 3 12, 12 2 14, 14 1 എത്രയാണ്? 14 1 എന്ന് പറയുന്നത് നമുക്ക് എത്ര എന്ന് കിട്ടും? 15 എന്ന് കിട്ടും. ബൈ 5 ചെയ്താൽ 3 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് തരുന്നത് ഈ 5 ഇല്ല എന്ന് വിചാരിക്കുക, 1 2 3 4 എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ ഇതിന്റെ മധ്യത്തിലുള്ള നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ, 1 2 3 4. അപ്പൊ എപ്പോഴും ഈ 2ന്റെയും 3ന്റെയും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ എന്തായിട്ട് വരിക? ശരാശരിയായിട്ട് വരിക. അപ്പൊ 2ന്റെയും 3ന്റെയും മധ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? 2.5 ആണ് വരിക. അപ്പൊ ഇതിന്റെ ശരാശരി 2.5 നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, 1 + 2 3, 3 + 3 6, 6 + 4 10, 10/4 എന്ന് പറയുമ്പോൾ 2.5 ആണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചോദ്യത്തിലേക്ക് ഇത് ആവശ്യമുണ്ട്. ഈ ഒരു ചോദ്യം നമുക്ക് ഈ ഒരു ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുക, 4 ഇരട്ട സംഖ്യ എന്നാണ് പറഞ്ഞത്. അപ്പോൾ A ഉണ്ട്, അതുപോലെ തന്നെ അടുത്ത ഇരട്ട സംഖ്യ A2 ആയിട്ട് എടുത്തു, A3 A4 ആണെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, 4 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 80 ആണ്. 80 ആണെന്ന് പറയുമ്പോൾ ഈ മധ്യത്തിലുള്ള ഒരു നമ്പർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ 180/4 ചെയ്താൽ 180/4 ചെയ്താൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഇവിടെ 4 വട്ടം പോകും, പിന്നെ 20 5 വട്ടം പോകും. അതായത് 45 എന്നതാണ് മധ്യത്തിലുള്ള നമ്പർ കിട്ടിയത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? അടുത്ത 46 ആണ് A3 എന്ന് പറയുന്നത്. അടുത്ത A4 എന്ന് പറയുന്നത് എത്രയായിരിക്കും? A4 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സീരീസിലുള്ള ഫസ്റ്റ് നമ്പർ എത്രയായിരിക്കും? 50, 52, 54, 50 എത്രയാണ്? 56 ആയിരിക്കും. 50, 52, 54, 56 അല്ലേ? ഇനി നമുക്കിത് ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നേരത്തെ എടുത്ത ആ ഒരു രീതിയിൽ പോകാതെ നമുക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് നമുക്ക് പല സമയങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. ഞാൻ ഈ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ പോലെയുള്ള ആ ഒരു സമയത്ത് മാത്രമല്ല. ഇപ്പൊ നമുക്കൊരു സമാന്തര ശ്രേണി തരികയാണ്, 3 6 8 6, പിന്നെ 9, അതുപോലെ തന്നെ 12 15. ഇതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പൊ ഇതൊരു സമാന്തര ശ്രേണിക്ക് പകരമായിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അതിന്റെ ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് 3, അതേപോലെ തന്നെ അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. അതേപോലെ തന്നെ ഇവിടെ 6 തന്നു, 12 തന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമാന്തര ശ്രേണിയുടെ മധ്യ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? നിങ്ങൾ ഈ ആദ്യത്തേതും എത്രയാണ്, അതുപോലെ തന്നെ ഇവിടത്തെയും എത്രയാണ്? 3ഉം 15ഉമാണ്. അത് തമ്മിൽ കൂട്ടുക, ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ മധ്യത്തിലെ നമ്പർ കിട്ടും. അതായത് ഇവിടെ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ടോട്ടൽ ആവറേജ് ഉണ്ടല്ലോ, ടോട്ടൽ ആവറേജ്, ആ ആവറേജ് ആണ് ഏതെന്ന് പറയുന്നത്? ഈ 9 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് പല സമയങ്ങളിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പല ടോപ്പിക്കുകളിലും ഈ ഒരു ബേസിക് നമുക്ക് അറിയാമെങ്കിൽ കുറേ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ആ ടോപ്പിക് എത്തുമ്പോൾ പഠിക്കാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെ ഇത് വെച്ച് ചെയ്യാമെന്നതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ആ ഒരു രീതിയിൽ ഇപ്പം ഈ ഇരട്ട സംഖ്യയ്ക്ക് പകരമായിട്ട് 4 ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ ഇരട്ട സംഖ്യയാണ് പഠിപ്പിച്ചത്. അപ്പം നാളെ ഒറ്റ സംഖ്യ ചോദിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. സെയിം ലോജിക്ക് തന്നെയാണ് അവിടെയും ഉപയോഗിക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ആദ്യം ചെയ്ത സാധാരണ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് കുറച്ച് വേഗത്തിൽ നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ടൈപ്പ് ചോദ്യത്തിലേക്ക് വരാം. തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 132 സംഖ്യകൾ ഏവ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ തുടർച്ചയായ 2 ഇരട്ട സംഖ്യ, അപ്പോൾ ഞാനൊരു ഇരട്ട സംഖ്യ എ ആയിട്ട് എടുത്തു. അടുത്തൊരു ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ a+2 ആയിരിക്കുമല്ലോ. ഒരു ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് എ ആണ്. അടുത്തൊരു ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും, a+2 ആയിരിക്കും എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താണ്, a+2 ഹോൾ സ്ക്വയർ മൈനസ് a² ഈസ് ഈക്വൽ ടു എന്താണ് 132 എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. a+2 ഹോൾ സ്ക്വയർ മൈനസ് a² ഈസ് ഈക്വൽ ടു 132 എന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇത് നമ്മൾ ചെയ്യുമ്പോഴോ a+2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ, a² പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ എന്നല്ലാതെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരിക -a² ഈസ് ഈക്വൽ ടു 132. അപ്പോൾ നമ്മളിവിടെ ചെയ്തെന്താ, a+b ഹോൾ സ്ക്വയർ എന്നതിൻ്റെ ആ ഒരു എക്സ്പാൻഡ് ഫോമാണ് നമ്മൾ പഠിച്ചത്. a² പ്ലസ് b² പ്ലസ് 2ab. കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന a-b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, a² പ്ലസ് b² മൈനസ് 2ab എന്ന് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു ഇക്വേഷൻ. a² മൈനസ് b² എന്ന് പറഞ്ഞാൽ എന്താ, a+b ഇൻറ്റു a-b. ഇത് പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. മിനിമം ഇതെങ്കിലും നിങ്ങൾ, മറ്റതൊക്കെ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്, പക്ഷെ മിനിമം ഇതെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് പലപ്പോഴും നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അത് നമ്മളിവിടെ ഒരു മെത്തേഡിലൂടെ ഇപ്പോൾ ആദ്യം ചെയ്യുകയാണ്. അതിനുശേഷം ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങൾ അതിൻ്റെ ബേസ് ഒന്ന് പഠിക്കുക. നോക്കുക, a² പ്ലസ് 2a ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ മൈനസ് a² വരും. അപ്പോൾ ഈ മൈനസ് a² പോയല്ലോ, a² മൈനസ് a² 0 ആയല്ലോ. ഇനി 2a2 എന്ന് പറയുമ്പോൾ 4a2 പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയായി, 4 വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 132 എന്ന് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, 4a പ്ലസ് 4 ഈസ് ഈക്വൽ ടു 132. ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 132 മൈനസ് 4 ചെയ്യുമ്പോൾ നമുക്കവിടെ എന്തെന്ന് കിട്ടി, 4a ഈസ് ഈക്വൽ ടു 128 എന്ന് കിട്ടി. 4a ഈസ് ഈക്വൽ ടു 128. അപ്പോൾ നമുക്ക് a എന്ന് പറഞ്ഞാൽ എന്തെന്ന് കിട്ടി, നമുക്ക് 32 എന്ന് കിട്ടി അല്ലേ. 32 ആണ് ഇവിടെ നമ്മുടെ എയുടെ വാല്യൂ. അപ്പോൾ ഒരു ഇരട്ട സംഖ്യയുടെ വാല്യൂ 32 കിട്ടി. അപ്പോൾ അടുത്ത ഇരട്ട സംഖ്യ എത്രയായിരിക്കും, 34 ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഇനി അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇനി ഇവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പ് നമ്മളൊന്ന് പറഞ്ഞുതരാം. ആ ഒരു ടിപ്പിലൂടെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നോക്കുക, തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 132 സംഖ്യകൾ ഏവ എന്നാണ്. ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള 2 ഇരട്ട സംഖ്യ എന്നു ഓർത്തിരിക്കുക. തുടർച്ചയായ 2 ഇരട്ട സംഖ്യ എന്നോ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ എന്നോ അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം x ആയാൽ സംഖ്യകൾ എന്ന് പറയുന്നത് x/4 മൈനസ് 1 x/4 പ്ലസ് 1. ഈ പ്ലസ് 1 എന്ന് പറയുന്നതായിരിക്കും വലിയ സംഖ്യ ആയിരിക്കും. x/4 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്, ചെറിയ സംഖ്യ ആയിരിക്കും. അതായത് തന്നിരിക്കുന്ന ആ വ്യത്യാസത്തെ 4 വെച്ച് ഹരിച്ചിട്ട് 1 കുറച്ചാൽ കിട്ടുന്നത് ചെറിയ സംഖ്യ, തന്നിരിക്കുന്ന വ്യത്യാസത്തെ 4 വെച്ചിട്ട് ഹരിച്ചിട്ട് 1 കൂട്ടിയാൽ കിട്ടുന്നത് വലിയ സംഖ്യയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഈ ഒരു ചോദ്യത്തിലേക്ക് അപ്ലൈ ചെയ്താലോ, നമ്മുടെ ഇക്വേഷൻ എന്താ, വ്യത്യാസം ബൈ 4 മൈനസ് 1 വ്യത്യാസം ബൈ 4 പ്ലസ് 1. അപ്പോൾ വ്യത്യാസം 132 ബൈ 4 മൈനസ് 1. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, ഇവിടെ നമുക്ക് 3 വട്ടം പോകും. പിന്നെ ഇവിടെ 33 മൈനസ് 1 32. ഇനി അടുത്ത് ചെയ്യാൻ നിൽക്കണ്ട, 34 നമുക്കറിയാം, എങ്കിലും ഒന്ന് ചെയ്യാം. 132 ബൈ 4 പ്ലസ് 1. ഇപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ 33 പ്ലസ് 1 ദാറ്റ് ഈസ് 34. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ, എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചാൽ തീർച്ചയായിട്ടും അത് എളുപ്പമാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇത് 2011 LDC ചോദ്യമാണ്. അപ്പോൾ ഇത് 2014 16 ആവർത്തിച്ചിട്ടുണ്ട് ഇതേ മോഡലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെയോ ഇരട്ട സംഖ്യകളുടെയോ വർഗ്ഗങ്ങളുടെ വ്യത്യാസം x ആയാൽ സംഖ്യകൾ എന്ന് പറയുന്നത് x/4 പ്ലസ് 1 അല്ലെങ്കിൽ x/4 മൈനസ് 1. -1 എന്ന് പറയുമ്പോൾ ചെറിയ സംഖ്യ.
അടുത്തത് ചെറിയ സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് 2 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? വലിയ സംഖ്യ കിട്ടും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഒന്ന് അവസാനിപ്പിക്കുകയാണ്. കുറേ സമയമായില്ലേ? അപ്പോൾ നോക്കാം. നമ്മൾ പറഞ്ഞെന്താണ്? തുടർച്ചയായ, ഓർത്ത് വെച്ചോ, തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെയോ അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളുടെയോ വ്യത്യാസം, വർഗങ്ങളുടെ വ്യത്യാസം കേട്ടോ, സംഖ്യകളുടെയോ വർഗങ്ങളുടെ വ്യത്യാസം എക്സ് ആയാൽ സംഖ്യകൾ ഏതെല്ലാമാണ്? x/4 - 1. അടുത്ത സംഖ്യയോ x/4 + 1. പഠിച്ചു വെക്കണം. x/4 - 1, x/4 + 1. ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ വേഗത്തിൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം. അതല്ലെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ രീതിയും നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് സാധാരണ മെത്തേഡിലൂടെയും ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതുപോലെ കുറേ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടായിരിക്കും സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് അവസാനിപ്പിക്കുക. അങ്ങനെ ഓരോ ടോപ്പിക്കിലൂടെ നമ്മുടെ പരീക്ഷയ്ക്ക് ഗുണപ്രദമാകുന്ന രീതികൾ നമ്മൾ ഇനി വരാൻ പോകുന്ന, നമുക്കറിയാം പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ എത്തുമ്പോഴേക്കും മാത്സ് എന്ന് പറയുന്ന ഭാഗം ഗുണപരമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ക്ലാസ്സുകളുടെ എല്ലാം കറക്റ്റ് ഓർഡറിൽ, ഇപ്പം നാളെ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് യൂട്യൂബിൽ വന്ന് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ഇവിടെ കേട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ വീഡിയോകൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പ്രശ്നമായിട്ട് തോന്നും അല്ലേ, ഒരു കണ്ടിന്യൂറ്റി കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനലാണെങ്കിൽ കറക്റ്റ് ഓർഡറിൽ ആ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. വേറെ ഒരു കാര്യം അതിലൂടെ ഷെയർ ചെയ്യത്തില്ല, മാത്സിൻ്റെ ഈ ക്ലാസ്സുകൾ മാത്രമായിരിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് ലിങ്ക്, ഇന്നലെ ഏതാണോ ക്ലാസ് നിങ്ങൾ പഠിച്ചത് അപ്പോൾ അതിൻ്റെ തൊട്ട് താഴത്തെ ലിങ്ക് വന്നിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു തുടർച്ച ഒരിക്കലും നഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനൊക്കെ ആയിട്ട് പറയുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ PDF മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ആയിരിക്കും ഷെയർ ചെയ്യുക മാത്സുമായി ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ താല്പര്യമാണ് ഏത് നോക്കി പഠിക്കണം, എങ്ങനെയൊക്കെ മുന്നോട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം എന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. അത് ചിന്തിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.